നമസ്കാരം, അജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പപ്സിൻ്റെ റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അടിപൊളി പപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത്ര നല്ല പപ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. ഒരു പാത്രം എടുത്തിട്ട് ഒരു 2 കപ്പ് മൈദയാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. ആ മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര. ഈ പഞ്ചസാര ഞാൻ ചേർക്കുന്നത് എന്താ വെച്ചാൽ നല്ലൊരു കളറ് നമ്മൾ പപ്സിന് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് നോർമൽ വെള്ളം, നമ്മളുടെ ചൂടുവെള്ളം വേണ്ട, തണുത്ത വെള്ളം വേണ്ട, നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് കുഴച്ചെടുക്കാം. കുഴച്ചൊരു നന്നായിട്ട് ഒതുങ്ങി കഴിയുമ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അതിനൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ടേബിൾ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. കാരണം ആ കുഴച്ച അതിനനുസരിച്ച് നമ്മുടെ പപ്സിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അപ്പം അതുകൊണ്ട് ഞാനിത് കണ്ടോ ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് ഇങ്ങനെ വളരെ നീളത്തിൽ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഓരോരോ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഏകദേശം വലിപ്പമെന്ന് ചോദിച്ചാൽ നമ്മളൊരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു സാധാരണ ചപ്പാത്തിയുടെ വലിപ്പം മാത്രം മതി. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഓരോ ബോളുകളാക്കി എടുക്കണം. ഇങ്ങനെ ബോളുകളാക്കിയാണ്, നല്ല ബോളാക്കി ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെ ബോളാക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ എണ്ണയിൽ, നമ്മുടെ സൺഫ്ലവർ ഓയിലിൽ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മുക്കി വെക്കണം. എങ്കിൽ പെട്ടെന്നത് നമുക്ക് പരത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ബോളിനെ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് അമർത്തി നല്ല രീതിയിൽ അതിനെ വട്ടത്തിലാക്കി എടുക്കുക. അപ്പോൾ ഈ എണ്ണയിൽ മുങ്ങിക്കിടന്നാൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഭയങ്കര പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഈ എണ്ണയിലിടുന്നതുകൊണ്ടുള്ളൊരു ഗുണം. ഉണ്ടോ, 2 വശത്ത് എണ്ണ പുരട്ടി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ 2 വശത്തേക്കും മാറി മാറി മറിച്ചിട്ട് നമ്മളിതിനെ എണ്ണ പുരട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതുപോലെ നമ്മുടെ ബോളുകളെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഒരു കുറച്ച് നേരത്തേക്ക്, ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇതിന് വേണ്ട മസാലയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു. അതിലേക്ക് ഒരു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് വീണ്ടും നമ്മുടെ ഉള്ളി, ഒരു 3 ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഒരു മീഡിയം സൈസ് 3 ഉള്ളി എടുത്തു. ഉള്ളിയൊക്കെ നല്ലതായിട്ട് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പൊടിക്കൈയായ ശകലം ഉപ്പ് കൂടെ അതിനകത്തേക്ക് ഞാൻ ഇടുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് വഴണ്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കേട്ടോ, വഴണ്ട് ഒരു നല്ല പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, നിങ്ങൾക്ക് പച്ചമുളക് അരച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതിലൂടെ കറിവേപ്പില, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച കറിവേപ്പിലയാണ്, അതും ചേർത്ത് കൊടുത്തു. ഒരു മുക്കാൽ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതും അതുപോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. നമ്മൾ നല്ലതായിട്ട് അതിനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴേക്കും ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പെരിഞ്ജീരകത്തിനും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തതിലേക്ക് നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ വെക്കുന്ന മസാല തിക്കായി പോകരുത്, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ അടച്ചു വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം അടച്ചു വെച്ചാൽ മതി. അന്നേരത്തേക്ക് അത് നല്ലതായിട്ട് വെന്ത് നല്ലൊരു ടെക്സ്ചറൊക്കെ അതിന് വരും. അപ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്തിട്ട് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഓരോ ബോളുകളെ നമ്മൾ എണ്ണയിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ആ ബോളുകളെ നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഞാൻ 2 രീതിയിലുള്ള പരത്തിയെടുക്കുന്ന രീതിയാണ് ഇവിടെ നിങ്ങളെ കാണിക്കുന്നത്. ഒന്ന്, നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് ടേബിൾ ടോപ്പിൽ ആദ്യം എണ്ണ തേക്കുക. അതിനുശേഷം കയ്യിൽ എണ്ണ തേച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് പരത്തി എടുക്കാം. നല്ല സോഫ്റ്റാണ്, മുറിഞ്ഞൊന്നും പോവില്ല. ഈ എണ്ണയിൽ കുതിർന്ന് കിടന്നതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഈ പരത്തുന്ന പോലെ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ ചുമ്മാ കൈ വെച്ചിട്ട് അമർത്തി നിങ്ങൾക്കിതിനെ പരത്തി വലുതാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ലതായിട്ട് അങ്ങനെ നമ്മുടെ ടേബിൾ ടോപ്പ് വളരെ തെളിഞ്ഞ് കാണുന്ന രീതിയിൽ നമുക്കിതിനെ ഇങ്ങനെ പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്കതിനെ ഫോൾഡ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഇങ്ങനെ ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്യാം, അടുത്ത സൈഡ് നമുക്ക് നടുവിലോട്ട് പിടിച്ച് വെക്കുക,
നമുക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഫോൾഡിംഗ് ആണ് ഇത്. നമുക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വീണ്ടും പരത്തി ഫോൾഡ് ചെയ്ത് നമുക്കങ്ങനെ ലെയറുകൾ ഇഷ്ടംപോലെ നമുക്ക് കൂട്ടാം കേട്ടോ. ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ലെയറോട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. പിന്നെ മൈദയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് ഒരിക്കലും ഇങ്ങനെ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കില്ല, വീണ്ടും അത് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് വളരെ സാവധാനം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയോ കൈ കൊണ്ട് വലിച്ചോ നമുക്ക് ആ ഒരു ഷേപ്പിലേക്കൊരു 3-4 സെൻറ്റിമീറ്റർ നീളവും വീതിയിലും നമുക്കതിങ്ങനെ എടുക്കാം. അതിലേക്ക് നമ്മളുടെ മസാല എടുത്തു വെച്ചു. മുട്ട അതിൻ്റെ നടുവിലേക്ക് വെച്ചിട്ട് തണ്ട ഓരോ കോണിൽ നിന്നാണ് ഞാനിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും റാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് മുട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. ഈ സൈഡിൽ നിന്ന് അതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മളുടെ ഓരോ മുട്ടകളെയും ഈ നമ്മളുടെ ഷീറ്റിനകത്തേക്ക് എടുത്ത് വെച്ച് നമുക്കിങ്ങനെ കവർ ചെയ്തെടുക്കാം. ഇത് ഞാൻ പൊറോട്ടയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ഈ രീതിയിൽ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ലെയർ കിട്ടും. കാരണം ഒത്തിരി തിന്നായിട്ട് വീശിയെടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ അതേ ടെക്നിക്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. വളരെ തിന്നാക്കി കൈകൊണ്ട് പരത്തിയതിന് ശേഷം മടക്കി തന്നെ ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു പപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കില്ലേ, അതിലും ടേസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്കും നന്നായിട്ടുള്ള ടേസ്റ്റുള്ള പപ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ്. നമുക്ക് ഒത്തിരി ലെയേഴ്സിനകത്ത് കിട്ടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മടക്കി വീണ്ടും ഞാൻ ഒന്നുകൂടെ അമർത്തിയിട്ട് പരത്തിയെടുക്കുകയാണ്. നന്നായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇത് തിരിച്ച് വരുന്നതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വീതിയാക്കിയെടുക്കാം. അധികം വീതിയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലേക്കും നമുക്ക് വേണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ പഴയ പോലെ ചെയ്തപോലെ തന്നെ മസാലയിനകത്തേക്ക് കോരി വയ്ക്കുകയാണ്. നമ്മൾ വീണ്ടും മുട്ട എടുത്ത് വെച്ച് നന്നായിട്ട് കവർ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് വൺ സൈഡ് മാത്രം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം എടുത്ത് മടക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്തുകൊണ്ടും ഇതിങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഒത്തിരി ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിക്കാത്തത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മടക്കി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് നല്ലൊരു കളറും അതുപോലെ തന്നെ വെന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊരു നല്ല ലുക്കെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതിന് മുകളിൽ നമ്മൾ മുട്ട തേച്ച് കൊടുക്കുകയാണ്. മുട്ട ഉണ്ണിയോടുകൂടെ നല്ലതായിട്ട് അടിച്ചെടുത്ത അതാണ് നമ്മൾ അതിനകത്ത് മുകളിൽ തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്യാൻ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തിട്ട് നല്ല പഴുത്ത് കണ്ട പാത്രം അതിനകത്തേക്ക് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ പാത്രത്തിലാണ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം. അതെല്ലാം നമ്മൾ ഓവനിലാണ് ചെയ്ത് എടുക്കുന്നതെങ്കിലും 20 തൊട്ട് 25 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഇത് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ഞാനിത് ഓവനിൽ ചെയ്താണ്. അത് വളരെ പെർഫെക്റ്റായിട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ടാണ് അത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടോ. നമ്മൾ ഇതിനെ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എത്ര ടേസ്റ്റിയായിട്ടാണ് അത് ഇരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ എന്ത് പെർഫെക്റ്റായിട്ടുണ്ട് വെന്ത് എത്ര ലെയറുകളായിട്ട് വന്നിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ. എന്ത് സോഫ്റ്റാണ്. ഓവനിലാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പാത്രത്തിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒരു 45 മിനിറ്റോളം നമ്മളുടെ സമയം പോവും. ഇനി നമുക്ക് നമ്മൾ സ്റ്റൗവിൽ വെച്ച പപ്സ് എന്തായാലും നോക്കാം. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ഓവനിൽ വെച്ച പോലെ ആ ഒരു കളർ മുകളിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിടുകയാണ്. കാരണം നമ്മൾ ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം താമസം എടുത്തേക്കും അത് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊന്ന് മറിച്ചിടുകയാണ്. മറിച്ചിട്ട് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അതർ സൈഡും നന്നായിട്ട് മുരിഞ്ഞു വരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്.